ഗൈസ്, ഇന്ന് നമ്മള് ഹോസ്റ്റലിൽ പപ്പായ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഹെലന് നമ്മുടെ പാത്രങ്ങളിലൊക്കെ സാധനങ്ങൾ വെച്ച് വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പപ്പായ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു കത്തിയുമായിട്ട് സെറ്റായിട്ട് മുറിക്കല്ലേ. നമുക്ക് പപ്പായ നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാം. ഞാന് പപ്പായയിൽ കുരു വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ശരിക്കും കുരുള്ള പപ്പായ അല്ലേ ഹെൽത്തി ഹെല? ഇത് കട്ട് ചെയ്യാം. നമ്മൾ പാലൊക്കെ ഉണ്ട്, പാലൊക്കെ വാങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കാലാകാലം ഈ പഞ്ചസാര മാറ്റിയൊക്കെ കുറേ കാലങ്ങളായി ഇവിടെ പഞ്ചസാര ഇല്ല. നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യാറേ ഇല്ല. അത് കുറേ പോകുന്നതൊക്കെ ഇതിൽ കുറേ ഉണ്ട്. പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി നമുക്ക് പപ്പായ നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാം. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറച്ച് ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഫുള്ള് ഇങ്ങനെ ചെതറിയിട്ടിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചത്? കുറച്ച് എസ്തറ്റിക്. ഒന്നുകൂടി കാണിക്കാം തിരിച്ചത്. കൊള്ളാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ മധുരം ഉണ്ടോയെന്ന് നോക്കട്ടെ. ബിക്കോസ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫോട്ടോ എടുക്കുക. മധുരം കുറവാ. ഇന്ന് കൊണ്ടുവന്ന കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഉണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അപ്പുറത്തെ വീട്ടിലെ താത്തൻ്റെ അടുത്ത് നിന്ന് മിക്സി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിന്റെ ജാറ്. മിക്സിന്റെ ജാർ. അപ്പം അവിടെ പോയി കൊണ്ടുപോയി അടിക്കണം. ഓ മൈ ഗോഡ്. ഇടാനായോ? പറയാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കഷ്ണമാക്കി വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. ഒന്ന് വേണേ അടുത്ത് തന്നാം. ഓക്കെ, അടുത്തതായി പൊട്ടിച്ച് വെച്ച പാലൊഴിക്കാം. ഈ പാല് ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? നല്ല ഒഴിച്ച് പോവാം. പാലൊഴിച്ചിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വെറും ഷോക്ക് വേണ്ടി മാത്രം. നമ്മളെ താത്തൻ്റെ വീട്ട് അപ്പുറത്താണ് കാണുന്നതാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് ഇത് അടിക്കുന്നത്. ഇല്ല, പേടിക്കണ്ട. ആയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഈ മിക്സി ചോരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെച്ചത്. നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, സെറ്റ്. കറക്റ്റ് കൺസിസ്റ്റൻസി ആണിത്. അങ്ങനെ തന്നെയാണ്. ഏത് കട്ടതായി അടിഞ്ഞില്ല, അതൊക്കെ ചെറുതടിയാതുണ്ടാവും. ഓക്കെ, ചെറുതിലുള്ളത് നമുക്ക് ഇതിലേക്ക് ആക്കി വെക്കാം. അടിയാത്ത കുറേ കഷ്ണങ്ങളൊക്കെ അതിൽ കുറച്ച് വെള്ളം ഇതിൽ പറഞ്ഞിട്ട് ഇത് നിർബന്ധമാണ് കുളിക്കുക. അമ്മേ ഓക്കെ, 6 തരം ജ്യൂസ് അടിച്ചിട്ടില്ല ഒന്നും. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ താത്ത നമുക്ക് ഐസ് ക്യൂബൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇതിലിടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ സാധനമാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ തരാം. ഹോസ്റ്റലായത് എല്ലാം അളന്നിട്ട് തന്നെ കൊടുക്കണം. സോ ഇത് നമ്മുടെ അളക്കാനുള്ള ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൽ അളന്നിട്ടാണ് നമ്മൾ പപ്പായ ഷേക്ക് ഷെയർ ചെയ്യുന്നത്. അളക്ക് നോക്കാം. ഓക്കെ, ഇത് ശില്പൻ്റെ ഗാർണിഷ് ചെയ്ത പപ്പായ ഷേക്ക് ഇതിൻ്റെത്. ഹെല പിന്നെ ഷുഗർ കട്ടല്ല, ഹെലന് പഞ്ചസാര ആവശ്യം. കുറേ ഇടണ്ട, കുറച്ചിട്ടാ മതി. പക്ഷെ ലാസ്റ്റ് ഒരു കയ്പ് വരുന്നുണ്ട്. അടിപൊളി. ഇതിപ്പോ എന്തിനാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സ്വാദിഷ്ടമായ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പംകിൻ സീഡ് ഒരു കയ്പുണ്ട്.